ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരുങ്ങിക്കിട്ടി കൊല്ലത്ത് എന്തൊരു ഉണ്ടയുണ്ടെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് കൊല്ലത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് ഒരുങ്ങിക്കിട്ടി ഇറങ്ങിയേക്കാണ്. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടാവും വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാട് അന്തരീക്ഷമാണ്. പോകുന്ന വഴിയെന്ന് വെച്ചാൽ കൊല്ലം തെന്മല റൂട്ടാണ്. അപ്പോൾ നമ്മൾ തെന്മല ഇക്കോ ടൂറിസം പോയിന്റിലെത്തി. അപ്പം ഇതാണ് ആ ഒരു സ്പോട്ട്. അവിടെ തന്നെ നമുക്ക് കാണാൻ നല്ലൊരു അന്തരീക്ഷമാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകുന്നതിന് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. പാലേടി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ സോൺ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അഡ്വഞ്ചർ സോണിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. ഏതെങ്കിലും 5 ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 480, വിസിറ്റ് മാത്രമാണെങ്കിൽ 150. ഇതിനുള്ളിലുള്ളത് ബട്ടർഫ്ലൈ സഫാരി. ബട്ടർഫ്ലൈ സഫാരി എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ബട്ടർഫ്ലൈ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കോസ്റ്റ് പ്ലാന്റ് ഇപ്പം ബട്ടർഫ്ലൈസ് ഉണ്ടോ? സീസണൽ. അല്ല, 130 രൂപ നടക്കാനുള്ള ഏരിയ, 1/2 മണിക്കൂർ നടക്കാനുള്ള ഏരിയ. ഇതിനുള്ളിൽ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് എത്ര നേരം അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അത്ര എടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു 1/2 മണിക്കൂർ. ശരി. ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ തന്നെ 30 രൂപ. ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ മാനുംലാവ് ചെറിയ പാർക്കൊക്കെ ആയിട്ടുള്ള ഏരിയ 50 രൂപ. അക്വേറിയം ഉണ്ട് 30 രൂപ. നിങ്ങൾ വൈകുന്നേരം വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാക്കേജൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇനി പോകാനൊക്കെ ആയിട്ട് ഒരുങ്ങിയാണ്. ഞങ്ങളൊരു 8:30 ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അപ്പം ഞാനും എൻ്റെ ഒരു ജിയോളജി ഫ്രണ്ടാണ്, ഒരു അനിയൻ ഫ്രണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതൊരു ആദ്യം കണ്ടപ്പോൾ വണ്ടാണോ കരിവണ്ടാണോ കടന്നലാണോ എന്നറിയത്തില്ല. തേനീച്ചയാണ്. ഒരു ആർട്ടാണ്, റിയൽ അല്ല. കാണുമ്പോൾ അറിയും അത്രയും വലിയ തേനീച്ച ഉണ്ടായിട്ട് നമുക്കിതൊരു നാച്ചുറൽ അല്ലാണ്ട് തോന്നി. ചെറിയൊരു തേനീച്ചയെങ്ങാണോ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഒറിജിനലായിട്ട് തോന്നിയാണ്. അങ്ങനെ അതിൻ്റെ കീഴിലൊക്കെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഞാനൊന്നും കഴിച്ചില്ല. അവൻ കഴിച്ചായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചായ കുടിച്ചോളും. അപ്പം ഇവിടുന്നും ഇപ്പോൾ ഒന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചായക്കടയാണ്. അതിൻ്റെ ബാക്കിലൊരു മയിലൊക്കെ ഉണ്ട്. അപ്പം ഒരു മയിൽ ഇതാണ്ട് പോകുന്നുണ്ട്. അവിടെ മയിലും ഒരു ലോഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിലെത്തി. അതൊരു ലെഷർ സോണാണ്. അവിടെ കയറി വരുമ്പം ഒരുപാട് രൂപങ്ങൾ കിടപ്പുണ്ടല്ല, ഇരിപ്പുണ്ട്, വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനാണത്. എനിക്ക് കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നി. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഫുൾ ഡൈനോസേഴ്സിൻ്റെ പല രൂപങ്ങളാണ്. പല തരം ഡൈനോസേഴ്സിൻ്റെ രൂപങ്ങൾ അതിനകത്ത് ഇഷ്ടംപോലുണ്ട്. ഇവിടെ കുറച്ച് നമ്മൾ നടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് തെന്മല ഡാമിനകത്ത് നിന്ന് ഉള്ള ഒരു വെള്ളച്ചാട്ടം, ആ ഒരു ഡാം ബോട്ടം വ്യൂ നന്നായിട്ട് കിട്ടുന്നൊരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. പോകുന്ന വഴി ഇരിക്കുന്ന 2 പേര്. ഇവർ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അവരെ വടി കയറിയിൽ നിന്നിരുന്ന് കുറച്ച് നല്ല നടക്കാണ്ടായിരുന്നു. കുറേ ചേച്ചിമാരൊക്കെ നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുമാരെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ഇവിടെയും കുറച്ച് അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഇതാണ് തെന്മല ഡാമിൻ്റെ കല്ലട വാട്ടർഫോൾ. ഇതാണ് നല്ല രസമുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്ക് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നല്ലൊരു വൈബായിരുന്നു. ഇവിടെ ഇനിയും നമുക്ക് കുറച്ച് കാണാനൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു തൂക്കുപാലമുണ്ടെന്ന് പറയുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഡാമിൻ്റെ ഒരു നമ്മൾ തെന്മല ഡാം ടോപ്പിൽ ചെന്ന് നിന്ന് അവിടെ കയറി ടിക്കറ്റ് എടുത്ത് അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ അതിന് നല്ലത് ഇവിടെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കാണുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒത്തിരി ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പം നല്ല രസമുള്ളൊരു സ്പോട്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട്. ഇനി 4 സ്പോട്ടുണ്ട് ബാക്കി. അപ്പം ഇവിടുന്ന് ചുമ്മാ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ അതൊക്കെ എടുത്ത് ഇതാണ് അവിടുത്തെ ആ ഒരു തൂക്കുപാലം. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ്. പിന്നെ എന്താ പറയുക, നല്ലൊരു ഇതാണ്. നല്ല ആട്ടമൊന്നുമില്ല, ചെറിയൊരു ആട്ടമേ ഉള്ളൂ. ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാലത്തിൽ 5 പേർക്ക് ഒരു സമയത്ത് എൻട്രി ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ നിന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്
നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് അധികം ചൂടില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിലെ ക്ലൈമറ്റും അത്ര ചൂടല്ലായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, ഒരു മങ്ങിയ അന്തരീക്ഷമായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ ഇനി നമ്മൾ എന്താ പറയുക, അവിടെയൊക്കെ തന്നെ വീണ്ടും നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ പോകണം. അടുത്ത സ്പോട്ടിൽ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നമ്മളൊരു 1 മണിക്കൂർ നടന്ന് എത്തി. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ ടൈം ആയി. അങ്ങനെ എങ്ങനെയുണ്ട് ഈ സ്ഥലമൊക്കെ? കൊള്ളാമോ? നമുക്ക് കൊല്ലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത്. തെന്മല ഇക്കോ ടൂറിസം നല്ല ഇതാണ്. നെക്സ്റ്റ് സോണാണ് അഡ്വഞ്ചർ സോണാണ്. ഇവിടെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സോണിലേക്ക് എത്തുന്നത്. ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. നല്ലൊരു ഹൈറ്റിലൂടെ ഒരു മരത്തിൻ്റെ പൊക്കത്തിനാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊരു നല്ല അടിപൊളിയാണ്. ഇവിടെയൊക്കെ നിന്ന് നല്ല സ്റ്റിൽസ് നിങ്ങൾക്ക് കിട്ടും. നല്ല ക്യാമറയൊക്കെ ഉള്ളവർക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. അപ്പം ആ ഒരു സ്റ്റെപ്പ് സെറ്റപ്പ് കൊള്ളാം. ഇതിൽ കയറി നമ്മളിനി നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റി സോണിലേക്ക് വരും. അപ്പം ഇവിടെ തന്നെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചൊരു ഇതിലൂടെ, അപ്പം നമ്മൾ ഫസ്റ്റ് ബോട്ടിങ്ങിലെത്തി, അഡ്വഞ്ചർ സോണിലെത്തി. ആദ്യത്തേത് ബോട്ടിങ്ങിനെ, ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിനെ ചവിട്ടി ബോട്ട് മൂവ് ചെയ്യുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഒരു സേഫ്റ്റി ജാക്കറ്റ് ഒന്നും തന്നില്ല, അപ്പം വലിയ പ്രശ്നം ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനൊരു മറിയുന്ന രീതിയിലുള്ള ഇളം 4 പേർക്കുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ 2 പേര് എണ്ണി കയറി ഇരുന്നത്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു ബോട്ടിങ് കൊള്ളാം. പക്ഷേ ഈ സമയത്ത് കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു. വെയിൽ അവിടെ ആ ഒരു സ്പോട്ടിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻജോയ് ചെയ്തു. നല്ലതായിരുന്നു, ബോട്ടിങ് നല്ലതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി. ഈ ഒരു വെള്ളത്തിൻ്റെ കരയിൽ കുറേ നല്ല കോയി ഫിഷസ് ഉണ്ട്. അപ്പം അതിനെ ഞാൻ കാണിച്ചു തരാം. നല്ല കോയി ഫിഷസാണ്, ഓറഞ്ച് കളറിലാണ്. നല്ല കോയി ഫിഷസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കിക്കൊണ്ട് നിന്ന് ഇനി അടുത്ത അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉണ്ട്. അതൊക്കെ കൊച്ചു പിള്ളേർക്ക് ഉള്ളതെന്നല്ല, വലിയവർക്കേ പറ്റൂ. കുറച്ച് പാടാണ്. പിന്നെ ഇതിനകത്ത് കയറി ചാടുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അവൻ ഭയങ്കര ചാട്ടമായിരുന്നു. എനിക്ക് അത്രയും ചാടാനൊന്നും പറ്റുന്നില്ല. ചാടാൻ പറ്റുന്നില്ലെന്നല്ല, അത് കഴിഞ്ഞ് എനിക്ക് ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഇതെനിക്ക് സിപ്പ് ലൈനിൽ കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് സിപ്പ് ലൈനിൽ തൂങ്ങി ബാക്കിലോട്ട് മൂവ് ചെയ്ത് പോകുന്നൊരു ഐറ്റമാണ്. ബാക്കിലോട്ട് പോയിട്ട് തിരിച്ച് അവന് ഫ്രണ്ടിലേക്ക് വലിക്കും. എനിക്ക് ഇത് തന്നെ പറ്റുമെന്ന്, എൻ്റെ ബോഡി വെയിറ്റും എനിക്ക് പറ്റുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചു. ഇത് ഇത്രയും ടോപ്പിൽ നിന്ന് അടുത്ത സിപ്പ് ലൈനാണ്. ഇതും ഞാൻ നന്നായിട്ട് ചെയ്ത്. ഇത് പക്ഷേ എനിക്ക് തോന്നിയത് അവൻ്റെ മോളിൽ നിന്നെടുത്ത് താഴോട്ട് ചാടുമ്പോഴത്തേന് ഈ ഒരു കയറിൻ്റെ ഇതുകൊണ്ട് ഭയങ്കര ടൈറ്റായിരുന്നു. ആരിയയിൽ പൊട്ടുന്നൊരു ഫീലായിരുന്നു. അതിനുശേഷം അടുത്ത സ്പോട്ടാണ് ഈ ഒരു ബോട്ടിങ്. അപ്പം ബോട്ടിങ് ഇവർ 1/2 മണിക്കൂറാണ് പറയുന്നത്. പക്ഷേ 1/2 മണിക്കൂർ അല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3/4 മണിക്കൂറോളം ബോട്ടിങ് ഉണ്ടായിരുന്നു. അപ്പം ബോട്ടിങ്ങിന് അവർ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ഇടണമെന്ന് പോലും ആർക്കും അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ബോട്ടിനകത്തൊക്കെ കയറി കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കൂടുതലും തമിഴ് ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അത്ര കാറ്റില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് കാറ്റുണ്ടെങ്കിൽ ബോട്ട് സർവീസ് അവർ നടത്തിയിട്ടില്ല. കാറ്റ് കുറവായിരുന്നു, അധികം ചൂടില്ലായിരുന്നു. അതിനകത്ത് ഫാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ബോട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നി ഇതിനകത്ത് പാട്ടും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നി. അങ്ങനെ പാട്ടും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വൈബായിരുന്നു. കാരണം സൈഡ് വ്യൂ ഒക്കെ കണ്ടിത് ജാക്കറ്റ് ആണെങ്കിൽ ലൈക്ക് ഗർഭിണിയെ പോലെ ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ. നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് വിചാരിക്കുന്ന പോലെയല്ല. അപ്പം ഇത്രയും നല്ല ഓപ്ഷൻ നമ്മുടെ കൈവശം ജില്ലയിൽ ഈ ഒരു സ്പോട്ടിൽ ഉണ്ട്. ഇത് നമുക്ക് ഇത്രയും പോകണമെന്നില്ല. നമ്മൾ ഇത്രയും പോയി ഇത്രയും വരെ നമുക്കൊരു ദിവസം പോകും. ഇതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോൾ നമുക്ക് കുറച്ച് ടയർഡാവും. പക്ഷേ ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ശേഷം കുഴപ്പമൊന്നുമില്ല. നമ്മൾ പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ഇതാണ്. അപ്പം ഇത് വേറൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഈ ബോട്ടിങ് കാട്ടിൻ്റെ നടുക്കുകൾ കൊണ്ട് നിർത്തിത്തരും, ഒരു ഐലൻഡിൽ കൊണ്ട് നിർത്തിത്തരും. അവിടെ ആന അങ്ങനെയൊക്കെ വരുന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ ആന അങ്ങനെയുള്ളതിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എല്ലാം ഊരി വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയപ്പം നമുക്ക് 2 മങ്കീസ് കൊച്ചുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് ആയി. ഇത് അടുത്ത സോണാണ് ഡിയർ റീഹാബിറ്റേഷൻ സോണാണ്. ഇവിടെ വയ്യാത്ത മാനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ കൊള്ളാമായിരുന്നു. ഈ മാനുകൾ കുറച്ചും കൂടി സാധാരണ മാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടവും ചാട്ടവും അങ്ങനെ അടുത്തൊന്നും കാണാറില്ല. ഇവർ കുറച്ചും കൂടി ആളുകളടുത്ത് കണക്റ്റായിട്ട് നിൽക്കുന്ന, സെൻറ്ററിലേക്ക് പോകാണ്ട് ഈ ഒരു ലൈനിൽ വന്ന് നിൽക്കുന്ന ഇതാണ്. ഒരു ഫുഡിന് വേണ്ടി നിൽക്കുന്നതാണോ എന്തിനു വേണ്ടിയാണോ, പക്ഷെ അങ്ങനെയുള്ളൊരു സെറ്റപ്പൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ പോകുമ്പോൾ നമുക്ക് ഇവർ കഴിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് വാങ്ങിച്ച് ഇവർക്ക് കൊണ്ട് ഫീഡ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യമൊക്കെ കണ്ട ഓരോ ലൈൻ മുന്നോട്ട് പോകുന്തോറും മാനയൊക്കെ കൊമ്പ് കൂടി കൂടി വരുമായിരുന്നു. ഇത് ആദ്യമൊക്കെ കണ്ടത് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് ലൈക്ക് അതിന് കൊമ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവരുമായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവന് കുറച്ചും കൂടി കൊമ്പുള്ളവനാണ് ഇവൻ. ഇച്ചിരി വലിയ കൊമ്പനാണ്, കണ്ടല്ലോ. ഇനി ഒരുത്തിനെ കാണിച്ചു തരാം. അവൻ്റെ കൊമ്പ് കാണിച്ചു തരാറായിട്ടില്ല. ഇവൻ്റെ കൊമ്പും ഇവൻ തന്നെയല്ലേ അവൻ. ഓക്കെ, എൻ്റെ കിളി പോയി. ഓക്കെ, അങ്ങനെ ഇവൻ്റെ കൊമ്പ് കണ്ടു, വലിയ കൊമ്പാണ്. അയ്യോ, നല്ല രസമുണ്ട്. അവൻ ആൾ ചെറുതാണെങ്കിലും അവൻ്റെ കൊമ്പ് നല്ല രസമുണ്ട്. നല്ല നല്ല അട്രാക്റ്റീവായിട്ടുണ്ട്, നല്ലൊരു മാൻ. ഇവർക്ക് ഫുഡും കൂടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ലീഫുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കത് വാങ്ങിച്ച് കൊടുക്കാം. അങ്ങനെ ആൾക്കാരെ ചെയ്യുന്നതാണ്. അടുത്തത് ഞങ്ങളൊരു ചിൽഡ്രൻസ് പാർക്കിലാണ്. ഇതിനകത്ത് അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, കാരണം ആ ഉച്ചയ്ക്ക് ശേഷമാണ്. ഇതിനകത്ത് ആകെ ഒരു കൊച്ചുങ്ങളൊന്നും കുറവായിരുന്നു. ചുമ്മാ ഒന്ന് കറങ്ങി തിരിച്ചിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ സഫാരിയാണ്. ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഉച്ചയ്ക്കായിട്ട് തന്നെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ അവർ പറഞ്ഞിപ്പോൾ സീസൺ അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീസൺ അല്ല, എന്നിട്ട് തന്നെ ഒരുപാട് ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് ബട്ടർഫ്ലൈസിനെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ബട്ടർഫ്ലൈസ് നിറയെ ഉണ്ടായിരുന്നു. സീസൺ ആകുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നിറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായിരിക്കും. പല കളറും. ഇവർ അല്ലാണ്ട് ബട്ടർഫ്ലൈസിനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതൊരു നല്ല ഇതായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് വരാം. കണ്ട കൊച്ചു ബട്ടർഫ്ലൈസ് പറക്കുന്ന വെളുത്ത കളറിലും പല കളറിലും ബട്ടർഫ്ലൈസ് ഉണ്ട് അവിടെ. എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. എൻ്റെ മുമ്പിലൂടെയും സൈഡിലൂടെയൊക്കെ ബട്ടർഫ്ലൈസ് പോകുന്നത്. ഞാൻ എന്തിനാണ് അവിടെ നടക്കുന്നതെന്ന് പിന്നെ ആലോചിച്ചത്. ബട്ടർഫ്ലൈസ് ഏരിയ ആണ്, പക്ഷെ അതിനകത്തും ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ നമുക്ക് കിടന്ന് കറങ്ങി നടന്ന് ഒരു സ്പോട്ടിലേക്ക് എത്തി നമ്മളൊരു തിരിഞ്ഞ് അങ്ങ് എത്തുന്നൊരു ഓപ്ഷനാണത്. ഒരു നല്ലൊരു സെറ്റപ്പാണ്. ഇവിടെ നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവർ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ പോകുന്ന വഴി ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ഇതിനകത്തും ചെയ്തിട്ടുണ്ട്. ഇതും ഒരു നല്ല സോണായിരുന്നു. അപ്പം ഇവിടെ ഒരു കാറ്റർപില്ലറിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്. ഇതാണ് ഇതിനകത്ത് ബട്ടർഫ്ലൈസിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നല്ല വലിയ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടിരുന്നു. ചെടികളും ഒക്കെ ആയിട്ട് ഇതാണ് കണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാറായി. അപ്പം ഈ ഒരു 5 സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വന്നത്. ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി നമ്മളിവിടെ തിരിച്ച് പോകുന്ന വഴി ഇങ്ങനെയുള്ളൊരു സാധനം കണ്ടി. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ എണ്ണപ്പനയാണ്. നമ്മുടെ ഒന്നും നാട്ടിലില്ല. ഈ ഒരു സ്പോട്ടിൽ ഒത്തിരി ഏരിയയിൽ, ഏക്കർ കണക്കിന് ഏരിയയിൽ ഈ ഒരു പന നട്ടിട്ടുണ്ട്. ഇതൊന്ന് പാമോയിലാണെന്ന് തോന്നുന്നു. ഈ ഒരു ട്രീക്കൊക്കെ ഭയങ്കര ലൈഫുള്ളതാണ്. അപ്പോൾ ഇത്ര